എം.വി. ഗോവിന്ദനെ പരിഹസിച്ച് വനിതാ പ്രതിനിധി. ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്ന് പരിഹസിച്ച് വനിതാ നേതാവ്. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ പരിഹസിച്ച് വനിതാ പ്രതിനിധി രംഗത്ത് വന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയതോടെ CPM ആ വഴിക്കും ചോദ്യങ്ങൾ. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് പരിഹാസ രൂപേണയുള്ള വാക്കുകൾ. പോലീസിനെ വിമർശിക്കുന്നതിനിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ വനിതാ പ്രതിനിധി പരിഹസിച്ചത്. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നും സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴാണെന്നുമായിരുന്നു വനിതാ പ്രതിനിധിയുടെ പരിഹാസ വാക്കുകൾ. പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണെന്ന് പറഞ്ഞ വനിതാ നേതാവ് പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ലെന്നും കുറ്റപ്പെടുത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടിയില്ലെന്നും പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. പാർട്ടിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല, വനിതകളെ പാർട്ടി പദവികളിൽ തഴയുന്നു. പാർട്ടി പദവിയിലെത്തിയ സ്ത്രീകളുടെ കണക്കുകൾ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്, അതിൽ സന്തോഷമുണ്ട്. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോ എന്നും വനിതാ നേതാവ് ചോദിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീറിനും മന്ത്രി MP രാജേഷിനും വിമർശനം. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീറിന് വിമർശനം. മന്ത്രിയെ മറികടന്ന് തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുവെന്നാണ് സ്പീക്കർക്കെതിരെ ഉയർന്ന വിമർശനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും പൊതുചർച്ചയിൽ വിമർശിക്കപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണെന്നും വിമർശനമുണ്ട്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ പൊതുചർച്ചയിൽ വെഞ്ഞാറമൂട് നിന്നുള്ള പ്രതിനിധിയാണ് സ്പീക്കർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സർക്കാരിൽ തോന്നുപടി കാര്യങ്ങൾ നടക്കുന്നതിന്റെ തെളിവായാണ് മന്ത്രി അറിയാതെ സ്പീക്കർ തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതെന്നാണ് ചർച്ചയിൽ ഉയർന്ന വിമർശനം. വകുപ്പിൽ നടക്കുന്നതെന്നും മന്ത്രിമാർ അറിയുന്നില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ്. മന്ത്രിക്ക് മുകളിലായാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം താഴേക്കാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി MP രാജേഷിനും വിമർശനം നേരിടേണ്ടി വന്നു. സർക്കാർ പരിപാടിക്ക് ആളെ കൂട്ടുന്നവരായി മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങളെ കണക്കാക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയമാണെന്നും വിമർശനമുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടച്ചവർക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശികയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനെതിരെയും വിമർശനമുണ്ട്. അവാർഡ് കൊണ്ട് കാര്യമില്ല, ഭരണത്തിന് ജനപിന്തുണ വേണം. തിരുവനന്തപുരം നഗരസഭയെ വിമർശിച്ച് CPM തിരുവനന്തപുരം സമ്മേളനം. നഗരസഭയുടെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം. അവാർഡുകൾ നേടിയതുകൊണ്ട് കാര്യമില്ലെന്നും ഭരണം നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടതെന്നുമാണ് നഗരസഭയ്ക്കെതിരെ CPM പ്രതിനിധികൾ ഉയർത്തിയ വിമർശനം. നഗരസഭയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ 2025 ഭരണത്തിൽ തിരിച്ചുവരാനാകില്ലെന്നും സമ്മേളനം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കൂടുതൽ മികച്ച പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. റോഡുകൾ, കുടിവെള്ള പ്രശ്നം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പരാതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണം. നിലവിൽ പ്രഖ്യാപനങ്ങളല്ലാതെ ഫണ്ട് ലഭിക്കുന്നില്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ചും ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. മേയറിനെ UDFും BJPയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇവർക്കെതിരെ മാധ്യമങ്ങളിൽ പോലും പ്രചാരവേലകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ആര്യ രാജേന്ദ്രൻ അനുകൂല പക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ ആര്യ രാജേന്ദ്രനെ വിമർശിച്ചും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. CPM പച്ചയ്ക്ക് വർഗീയത പറയുന്നു. വിജയരാഘവൻ വോട്ടർമാരെ തള്ളിപ്പറഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് നിന്നും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രസ്താവന ക്രൂരമെന്ന മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPMന്റെ അടിത്തറ ഇളക്കുമെന്നും CPM വർഗീയതയെ താലോലിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സിന്ദാബാദ് വിളിക്കുകയും കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുകയും ചെയ്യുന്ന രീതിയാണ് CPM പിന്തുടരുന്നതെന്നും വോട്ട് ചോരുന്നു എന്ന ആധി CPMനുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. CPM വർഗീയത പച്ചയ്ക്കാണ് പറയുന്നതെന്നും ഇത് കേരളമാണെന്ന് ഓർക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. CPM വിജയരാഘവന് കണക്ക് ട്യൂഷൻ നൽകണമെന്ന പരിഹാസവുമായി MD രമേശും രംഗത്ത് വന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ പരിഹസിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. CPM വിജയരാഘവന് കണക്ക് ട്യൂഷൻ ഏർപ്പെടുത്തണമെന്ന് MD രമേശ് പറഞ്ഞു. വയനാട് ഇടതുപക്ഷത്തിന്റെ 70,000 വോട്ടുകൾ എവിടെ പോയി എന്നാണ് അദ്ദേഹം പറയേണ്ടതെന്നും MD രമേശ് പറഞ്ഞു. മതവർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് UDF ജയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നേതൃത്വം SDPI ജമാഅത്തെ ബന്ധത്തെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. അന്ന് അത്തരത്തിൽ കുറച്ച് വോട്ടുകൾ കിട്ടുമോ എന്നാണ് അവർ നോക്കിയത്. LDFും SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമായി പിൻവാതിൽ ബന്ധമുണ്ടാക്കുന്നുണ്ടെന്നും MD രമേശ് പറഞ്ഞു.
മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒന്നും കണ്ടില്ലേ കേട്ടില്ലേ, അതോ ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ? മണി ആശാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന്. CPM-ന് ഇപ്പോഴുള്ള പണി തന്നെ വലിയ പണിയാണ്. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ നിന്ന് മണിയാശാന്റെ വക വീണ്ടും വീണ്ടും പണി. അവിടെ കൊണ്ട് തീർന്നില്ല. ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് അജിത് കുമാറിന്. രണ്ടും കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രസംഗം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് MM മണി MLA. CPM മറയൂർ ഏരിയ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇത് ആവർത്തിച്ചത്. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ഒരു പട്ടി പോലും നിൽക്കില്ല. അടിയുടെ കാര്യത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആശാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും മാധ്യമങ്ങളെ പട്ടിയെന്ന് പറഞ്ഞ കൃഷ്ണദാസ് പടി വാങ്ങിച്ചിരിക്കുമ്പോൾ മണി ആശാൻ പറയുകയാണ് അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ഒരു പട്ടി പോലും നിൽക്കില്ലെന്ന്. ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം നടപ്പാക്കുക എന്നതാണെന്നും അതിലൂടെ ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കാനും കഴിയണമെന്നും MM മണി പറഞ്ഞു. സോഷ്യലിസവും അതിന്റെ ഭാവി രൂപമായ കമ്മ്യൂണിസവും നടപ്പാക്കുക എന്നതാണ് മുഖ്യം. ഇതിനായി സമാധാനപരമായി എല്ലാ മാർഗവും നമ്മൾ ഉപയോഗിക്കും. സമാധാന വിരുദ്ധമായി വന്നാൽ തിരിച്ചടിക്കാനും നമ്മൾ മടിക്കില്ല. ആയതിനാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുക. ഇതിനായി നാം പരിശീലിപ്പിക്കണം. പാർട്ടിയുടെ കൂടെ നിന്നാൽ കേസുകൾ ഉണ്ടാകും. ധൈര്യമുള്ളവർ ഇതിൽ നിന്നാ മതിയെന്നും MM മണി പറഞ്ഞു. അജിത് കുമാറിന് മുന്നിൽ സർക്കാർ കീഴടങ്ങിയോ എന്ന ചോദ്യം CPI കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു. CPM-ന്റെ സമ്മേളനങ്ങളിലും ചോദ്യമുയർന്നിരുന്നു. ഇപ്പോൾ ആ ചോദ്യം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ CPM ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ആഡംബര വീട് നിർമ്മാണം 1.5 കോടി വായ്പയെടുത്ത് സ്വർണ്ണക്കടത്തിന് തെളിവില്ല. അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് എന്ന്. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനൊരുങ്ങി വിജിലൻസ്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. ഒരു ആരോപണത്തിലും കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് കേസിൽ PV അൻവറിന് തെളിവ് ഹാജരാക്കാനായില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2 ആഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്ന് 1.5 കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു വിറ്റുവെന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമുള്ള ആരോപണം ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. 2009-ലാണ് കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ വായ്പ എടുത്തു. 2013-ൽ കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷെ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നാണ് കണ്ടെത്തൽ. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016-ലാണ്. വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർദ്ധനയാണ് വീടിന്റെ വിലയിലുണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു മറ്റൊരു ആരോപണം. എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അജിത് കുമാറിന് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം തീരുമുൻപ് വരുന്ന വിജിലൻസ് ക്ലീൻ ചിറ്റ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. CPM പറയുകയാണ് സ്വന്തം മുഖ്യമന്ത്രി പരാജയം, സംസ്ഥാന സർക്കാർ അതിനേക്കാൾ വലിയ പരാജയം, ആഭ്യന്തര വകുപ്പ് എന്തോന്നാണ് ഇതെന്ന്. ഇതാണോ തുടർ ഭരണമെന്ന്? തീർന്നില്ല. യുവജന സംഘടനയായ DYFI എന്തു ചെയ്യുന്നു? ചാരിറ്റി സംഘടനയാണോ എന്ന ചോദ്യം തീർന്നില്ല. SFIയെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് പറയുന്നതും CPM തന്നെ. അവിടെ കൊണ്ടും തീർന്നില്ല. CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാൽ പോലും സഖാക്കന്മാർ ഇപ്പോൾ കാര്യങ്ങൾ അനുസരിക്കുന്നില്ല. കൊല്ലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് CPM-ൽ നിന്നും കൂട്ടത്തോടെ നേതാക്കന്മാർ പാർട്ടി വിട്ടു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് നേതാക്കന്മാർ പറയുന്നത് ആഭ്യന്തര വകുപ്പും സർക്കാരും ഒരു തികഞ്ഞ പരാജയമാണെന്ന്. പിണറായി വിജയൻ എന്ന CPM-ന്റെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും CPM-നെയും തന്നെ വിമർശിക്കുന്ന കാഴ്ച തിരുവനന്തപുരം CPM-ന്റെ സമ്മേളന വേദിയിൽ. പിണറായി വിജയനെ വേദിയിലിരുത്തി തൊലിയുരിച്ച് നാണം കെടുത്തിയതിന് തുല്യമായി കാര്യങ്ങൾ. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും സർക്കാരിനെയും എയറിലാക്കി സഖാക്കന്മാർ മുഖ്യനെ മുന്നിലിരുത്തി തന്നെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇതെന്ത് തുടർഭരണമാണ്? സമ്മേളനത്തിൽ എടുത്തിട്ട് അലക്കുകയാണ് സഖാക്കന്മാർ. അടിമുടി തിരുത്തണം, അതായത് തിരുത്തിയില്ലെങ്കിൽ ഇറങ്ങി പോണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞതിന് തുല്യമായി മാറിയിരിക്കുകയാണ് സഖാക്കന്മാരുടെ വാക്കുകൾ. CPM ജില്ലാ സമ്മേളന ചർച്ച, പോലീസിനും സർക്കാരിനും വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. 2ാം ഇടത് സർക്കാർ വൻ പരാജയം, തുടർഭരണം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല.
CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വൻ വിമർശനം. ഭരണത്തണലിൽ മൂല്യച്യുതി, തുടർഭരണം സംഘടനാ ദൗർബല്യമുണ്ടാക്കി. ജില്ലാ സമ്മേളനത്തിൽ എടുത്തിട്ട് അലക്കൽ തുടരുക തന്നെയാണ്. ഭരണത്തണലിൽ സഖാക്കൾക്കെല്ലാം മൂല്യച്യുതിയാണോ? അടിമുടി തിരുത്തണം. DYFI ചാരിറ്റി സംഘടനയായി മാറിയെന്നും സഖാക്കന്മാർ തന്നെ വിമർശിക്കുകയാണ്. അജിത് കുമാറിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി. ആഭ്യന്തര വകുപ്പിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അജിത് കുമാറിനെ സഹായിക്കുന്ന തീരുമാനം വേണ്ടിയിരുന്നില്ലെന്നും അഭിപ്രായമുയർന്നു. CPM ജില്ലാ സമ്മേളനങ്ങളിൽ BJP വളർച്ചയിൽ പരിശോധന വേണമെന്നുള്ള ചർച്ചകളുമായി പ്രമുഖ നേതാക്കന്മാരും രംഗത്തിറങ്ങിയതോടെ CPMന് എല്ലാ വഴിക്കും ചോദ്യങ്ങളാണെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, മാധ്യമങ്ങൾക്കെതിരായ പരാമർശത്തിൽ സഖാവിനെ വിമർശിച്ചുകൊണ്ട് CPM തന്നെ രംഗത്ത് വന്നതോടെ ആ വഴിക്കും പെട്ടിരിക്കുകയാണ് നേതാക്കന്മാർ. അവിടെ കൊണ്ടും തീർന്നില്ല. തൊടുപുഴ CPM ഭരിക്കുന്ന പൊട്ടൻകാട് സഹകരണ ബാങ്കിലെ ക്രമക്കേട്, അഴിമതി, പരാതി കൊടുത്ത ഓഡിറ്റർക്ക് സസ്പെൻഷൻ. ഏതായാലും അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങൾ ഒഴിയുന്ന മട്ടേയില്ല. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനം. ജില്ലാ സെക്രട്ടറി V ജോയ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് സംസ്ഥാന ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ വിമർശിച്ചത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രണ്ടാം ഇടത് സർക്കാർ വൻ പരാജയമാണ്. ഒന്നാം സർക്കാർ മെച്ചപ്പെട്ട ഭരണം നടത്തിയതുകൊണ്ടാണ് തുടർ സർക്കാർ വന്നത്. എന്നാൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് മൂന്നാം സർക്കാർ അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തേണ്ടതില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. റവന്യൂ വകുപ്പിനെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമല്ലെന്നായിരുന്നു വിമർശനം. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റിന്റെ പ്രവർത്തനം പാർട്ടിക്ക് തന്നെ അപമാനമാണ്. പാർട്ടിയുടെ പിടിയിൽ നിന്ന് SFI വഴുതിപ്പോകുന്നത് ജില്ലാ കമ്മിറ്റി തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണം. DYFIക്കെതിരെയും വിമർശനമുണ്ടായി. നിലവിലെ പ്രവർത്തനം നിർജീവമാണ്. യുവാക്കളെ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷൻ യഥാസമയം കൊടുത്തു തീർക്കാതെ കുടിശ്ശിക ഇടുന്നത് സർക്കാരിന് പാർട്ടിക്ക് ദോഷമുണ്ടാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിനെയും വിമർശിച്ചില്ല. എന്നാൽ മേയർ കൂടുതൽ പക്വതയോടെ പെരുമാറണമെന്ന റിപ്പോർട്ടിലുണ്ട്. 6 വർഷം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധുവിന്റെ ദോഷങ്ങൾ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് പുറത്താക്കാൻ വൈകിയെന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ചോദിച്ചു. നിരവധി അവാർഡുകൾ വാങ്ങിയ മേയർ ആര്യ രാജേന്ദ്രനെ കോൺഗ്രസും BJPയും ചേർന്ന് ആക്രമിക്കുകയാണെന്ന് ചില പ്രതിനിധികൾ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. മറ്റു ചില പ്രതിനിധികൾ അതിരൂക്ഷമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലതും. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെയുള്ള രൂക്ഷ വിമർശനം തുടരുക തന്നെയാണ്. സംസ്ഥാന ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായി എന്നുള്ളത് പിണറായി വിജയന് തീരാ നാണക്കേടായി മാറിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസ് BJP നേതാക്കന്മാർക്ക് ലഭിക്കുന്ന പരിഗണന പോലും CPM നേതാക്കൾക്ക് ലഭിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരോപിച്ചു. ഇത് കാരണം പാർട്ടി അണികൾക്ക് പോലും പോലീസിന്റെ സഹായം ലഭിക്കുന്നില്ല. ബ്രാഞ്ച് സെക്രട്ടറിമാർ കടുത്ത നിരാശയിലാണെന്നും നേതാക്കന്മാർ പറഞ്ഞു. തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കിയെന്ന CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് പാർട്ടിക്ക് തന്നെ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഭരണത്തിന്റെ തണലിൽ നേതാക്കൾക്ക് മൂല്യച്യുതിയുണ്ടായി. പാർട്ടി സംഘടനാ നേതൃത്വം തിരുത്തലിന് തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MR അജിത് കുമാറിനെ DGP ആയി ഉയർത്താനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ DGP ആക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളരുതായിരുന്നു. സ്ഥാനക്കയറ്റം വേണമെങ്കിൽ കോടതി വഴി നേടിക്കോട്ടെ എന്ന് തീരുമാനിക്കണമായിരുന്നു. പോലീസ് ജനങ്ങളിൽ നിന്നും അകലുന്നു, വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവെന്നും വിമർശനം ഉയർന്നു. ധനകാര്യ മാനേജ്മെന്റ് മോശമായി. സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനായില്ല. ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണം. പ്രഖ്യാപനങ്ങളല്ലാതെ പണമില്ലെന്നും നേതാക്കന്മാർ തന്നെ പറഞ്ഞു. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം വിലക്കി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിട്ടും കൊല്ലം ജില്ലയിൽ CPMലെ വിഭാഗീയതയ്ക്ക് ശമനമില്ല. കരുനാഗപ്പള്ളിയിൽ നേരത്തെ നിർത്തിവെച്ച 16 ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഒരെണ്ണം രണ്ടാമത് നിർത്തിവെക്കേണ്ടി വന്നു. കരുനാഗപ്പള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കോഴിക്കോട് B ബ്രാഞ്ച് സമ്മേളനമാണ് രണ്ടാമതും വിളിച്ചിട്ടും നിർത്തിവെക്കേണ്ടി വന്നത്. നിർത്തിവെച്ച 2 ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്താനുമുണ്ട്. ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നതോടെ കരുനാഗപ്പള്ളിയിൽ സ്ത്രീ പീഡന പരാതി വരെ ഉയരുന്നുണ്ട്. മത്സരം ഉറപ്പായ സാഹചര്യത്തിൽ കൊട്ടാരക്കര മാവടി ലോക്കൽ സമ്മേളനം കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചിരുന്നു. ഇവിടെ വാക്കേറ്റവും പോർവിളിയും നേതൃത്വത്തിന് നിയന്ത്രിക്കാനായില്ല. ഏരിയ ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും വ്യക്തമായി. പുതുതായി 4 പേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു വിഭാഗം ശഠിച്ചു. ഉപരി കമ്മിറ്റിയിൽ നിന്നും വന്ന 3 നേതാക്കൾ ഇതിനെ അനുകൂലിച്ചു. 3 പേർ എതിർത്തു.
സംസ്ഥാന നേതാക്കൾ വരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. ഒടുവിൽ രാത്രി വൈകി സമ്മേളനം നിർത്തിവെച്ചു. ശൂരനാട് ഏരിയയിലെ പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനത്തിലും മത്സര ശ്രമം വാഗ്വാദത്തിലാണ് കലാശിച്ചത്. മത്സരം ഒഴിവാക്കാനായി നിലവിലുള്ള ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കി, പുതിയ ആളെ ഉൾപ്പെടുത്തി. സമ്മേളനത്തിന് ശേഷം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം കൂട്ടുമെന്നും ആ സമയത്ത് പരിഗണിക്കാമെന്നും പറഞ്ഞാണ് നിലവിലെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കിയത്. ജില്ലാ സെക്രട്ടറി എസ് സുദേവനും സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദും ഏറെ പണിപ്പെട്ടാണ് മത്സരം ഒഴിവാക്കിയത്. ശൂരനാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ തഴവ ലോക്കൽ സമ്മേളനം മത്സരമില്ലാതെ നടന്നത് നേതൃത്വത്തിന് ആശ്വാസമായി. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഇവിടെ ഐകകണ്ഠ്യേന തിരഞ്ഞെടുപ്പ് നടത്തി സമ്മേളനം പൂർത്തിയാക്കുന്നത്. തിരുവനന്തപുരത്തെ സഖാക്കൾക്ക് മണ്ണ് ലഹരി മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്നും CPMന്റെ സമ്മേളന റിപ്പോർട്ടിൽ പറഞ്ഞത് തലസ്ഥാനത്തെ ചോദ്യമായി മാറിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ വെറും ഒരു ചാരിറ്റി സംഘടനയായി മാറിയെന്നും വിമർശനമുണ്ട്. സംഘടനാ റിപ്പോർട്ടിൽ SFIക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും തെറ്റായ പ്രവർത്തനം നടക്കുന്നുവെന്നും ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. SFIയിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഏതായാലും അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ വിമർശിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിക്കുകയാണ് CPM ജില്ലാ സമ്മേളന പ്രതിനിധികൾ. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം നേരിടുന്ന അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയതെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. ധനവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവം പറഞ്ഞ് നടക്കുകയാണ് ധനമന്ത്രി. രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല. ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രിയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു. പുതിയ തലമുറ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് വരുന്നില്ലെന്ന് പരിശോധിക്കണമെന്നും അഭിപ്രായമുയർന്നു. വൈദ്യുതി കുടിവെള്ള നിരക്കുകൾ കൂട്ടിയതിലും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിലുമെല്ലാം വിമർശനമുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും പ്രബല ശക്തിയായി BJP ഉയർന്നിരിക്കുകയാണെന്നും അവർക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നതെന്ന് പരിശോധിക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു MA ബേബിയുടെ ആശങ്ക. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാലക്കാട് CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരായി നടത്തിയ പരാമർശത്തിൽ വിമർശനം. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികളെന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു. തൊടുപുഴ CPM ഭരിക്കുന്ന പൊട്ടൻകാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെക്കുറിച്ച് സഹകരണ സംഘം രജിസ്ട്രാർക്ക് പരാതി നൽകിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു. ബാങ്കിലെ ഇന്റേണൽ ഓഡിറ്ററായ KR ഗീതയ്ക്കാണ് ബാങ്ക് പ്രസിഡന്റ് സസ്പെൻഷൻ നോട്ടീസ് നൽകിയത്. 2013 മുതൽ ബാങ്കിൽ നടന്ന 38 ഗുരുതര ക്രമക്കേടുകളെക്കുറിച്ച് കഴിഞ്ഞ മാസം 22-നാണ് ഗീത പരാതി നൽകിയത്. ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഡെപ്യൂട്ടി രജിസ്ട്രാറെ ഇൻസ്പെക്ഷൻ സെൽ ചുമതലപ്പെടുത്തിയതായി കഴിഞ്ഞ 30-ന് സഹകരണ സംഘം അഡീഷണൽ തഹസിൽദാരുടെ കത്ത് ഗീതയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. ബാങ്കിലെ അറ്റകുറ്റപ്പണികളിൽ തട്ടിപ്പ് നടത്തി, കമ്പ്യൂട്ടർ ഫിറ്റിംഗ്സ് വാങ്ങിയതിൽ അഴിമതി നടത്തി, സ്വയം സഹായ സംഘങ്ങൾക്ക് അനധികൃതമായി വായ്പകൾ നൽകി, സ്വർണ്ണപ്പണയ വായ്പകൾ കുടിശ്ശികയാകുമ്പോൾ ലേലത്തിന് വയ്ക്കാതെ വിൽപ്പന നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഗീതയുടെ പരാതിയിലുള്ളത്. വർഷങ്ങളായി CPM ഭരിക്കുന്ന ബാങ്കിന്റെ ഭരണസമിതിയിൽ മുൻപ് 2 തവണ MM മണി MLA അംഗമായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രനും ഭർത്താവ് PA സുരേന്ദ്രനും മുൻപ് പ്രസിഡന്റുമാരായിരുന്നു. 6 കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും നിക്ഷേപത്തിലെ 12 കോടി രൂപ കാണാനില്ലെന്നും ആരോപിച്ച് UDF ബാങ്കിന് മുന്നിൽ സമരം നടത്തിയിരുന്നു.